സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ചെറിയ പെരുന്നാൾ നൽകുന്നത്. പുണ്യമാസത്തിൻ്റെ എല്ലാ നന്മകളും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട് പാണക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സാജിദ്, ഔദ്യോഗികമായി തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ പെരുന്നാളാണ് എന്നുള്ളത്. ഇനി ആഘോഷത്തിന്റെ പങ്കുവെക്കലിന്റെ ഒക്കെ നിമിഷം. നോമ്പിന്റെ പുണ്യം കൊണ്ട് നോവെല്ലാം മാറ്റിക്കൊണ്ട് ആനന്ദമല തല്ലും പെരുന്നാള്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മൈലാഞ്ചിച്ചോപ്പിൻ ചന്തം മഹദികൾ ഒരുക്കി, മൊഞ്ചേറും പുത്തനുടയാടകളും നിരത്തി, സ്വാദുള്ള പലഹാര വിഭവങ്ങൾ ഒരുക്കി, ഈദിന്റെ സന്ദേശങ്ങൾ എല്ലാരിലും ഉണർത്തി, ഫിത്തറിന്റെ ധാന്യങ്ങൾ ദാനമായി നൽകി, അഹദവനരുളിയ കടമകൾ തീർത്ത്. ഫിത്തറിന്റെ ധാന്യങ്ങൾ ദാനമായി നൽകി, അഹദവനരുളിയ കടമകൾ തീർത്ത്, കൽബിലെ കറുകൾ നീക്കി കനിവുള്ളവർ പതിവാക്കി. കൽബിലെ കറുകൾ നീക്കി കനിവുള്ളവർ പതിവാക്കി. ആരിലും സന്തോഷമായൊരു രാവിത പെരുന്നാള്, ഈ ചെറിയ പെരുന്നാള്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു. വലിയ സന്തോഷത്തിൽ എല്ലാവരും പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. സാജിദ് അജ്മലുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സാജിദ്, ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ നിമിഷങ്ങളാണ്. പറയൂ പാണക്കാട് നിന്നുള്ള വിശേഷങ്ങൾ. രശ്മ, ഞാൻ പാണക്കാട് സദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. പൊന്നാനിയുടെ തീരത്താണ് ഷവ്വാൽ പിറ കണ്ടിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇപ്പോൾ പൊന്നാനിയിൽ ഷവ്വാൽ പിറ കണ്ടു, ഇനി ആഘോഷമാണ്. ഷവ്വാൽ മാസപ്പിറവി പൊന്നാനിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഷവ്വാൽ 1 നാളെയായിട്ട് ഹാദിമാരെല്ലാം പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ ഈദിൻ്റെ ആ ഒരു സന്തോഷത്തിലേക്കാണ്. ഈദ് ഫിത്തറിൻ്റെ ദിനം കൂടിയാണ്. അതും ഈദിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു ഘടകമാണ് ഫിത്തർ സക്കാത്ത് എന്നുള്ളത്. അപ്പോൾ അതിനും വിശ്വാസികൾ ആ കാര്യത്തിലും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈദ് സന്തോഷത്തിൻ്റെ ദിനമാണ്. സ്നേഹവും സൗഹാർദ്ദവും കുടുംബബന്ധങ്ങളും ഒക്കെ ഊഷ്മളമാക്കുവാനുള്ളൊരു സന്ദർഭം കൂടിയാണിത്. ഇതര സമൂഹങ്ങളുമായിട്ടും നമ്മുടെ സാഹോദര്യം പങ്കുവെക്കാനുള്ള ഒരവസരം കൂടിയായിട്ട് നമ്മുടെ ഈദിനെ പ്രയോജനപ്പെടുത്തി. ഈദ് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു പാരിതോഷികമാണ്. അതായത് ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ ആ ഒരു കടമ പിൻപറ്റിക്കൊണ്ട് അവൻ്റെ ആ കൽപ്പന അനുസരിച്ച് നമ്മൾ ഒരു മാസക്കാലം വൃതാനുഷ്ഠാനത്തിലായിരുന്നു. പകൽ മുഴുവനും അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് വികാര വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ആ പുണ്യം കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അതിനെ പൂർത്തീകരിച്ചു. ഈദിൻ്റെ ദിവസം സർവശക്തനായ റബ്ബ് ഈദിൻ്റെ ആ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോകുന്ന വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പറയുന്നുണ്ട്, ഈ മാലാഖമാർ വഴിക്ക് ഇരുവശവും ഉണ്ടാവും. പള്ളിയിലേക്ക് പോകുന്ന വിശ്വാസികൾ നോക്കിയിട്ട് അള്ളാഹു പറയും, ഇവരെൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു മാസം മുഴുവനും പട്ടിണി കിടന്നവരാണ്, അതിലെൻ്റെ ആ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ മാലാഖമാരും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സന്തോഷത്തിൻ്റെ ഈ ദിനത്തെ സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മളതിനെ ധന്യമാക്കുക. ഈ നാടിൻ്റെ മൊത്തം സമാധാനവും സാഹോദര്യമൊക്കെ തകർക്കാനും അതിനെതിരെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ എന്തൊക്കെയാണ് ജാഗ്രത പുലർത്തേണ്ടത്? വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസം അതിൽ ഉറച്ചു നിൽക്കുക എന്നതോടൊപ്പം നിങ്ങൾ ക്ഷമ പാലിക്കുക, നിങ്ങൾ സത്യത്തോടൊപ്പം നിലകൊള്ളുക. അള്ളാഹു പറയുന്നുണ്ട്, വസ്തായിനു ബിസ്സബ്രി വസ്സല. അള്ളാഹുവിനോട് നിങ്ങൾ സഹായം അർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടും ആദ്യം ക്ഷമയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സഹനം പാലിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. ഈദിൻ്റെ ദിനത്തിൽ നമുക്കത് തന്നെയാണ്. ഈദുൽ ഫിത്തർ, ഈദ് നമസ്കാരം എന്നതുപോലെ തന്നെ സൗഹൃദം പങ്കുവെക്കുക. ഇതിലൂടെ ഈദിനെ നമ്മൾ ധന്യമാക്കണം.
എന്തായാലും ഈ സന്തോഷ രാവാണ്. ഇനി എല്ലാവരും കുടുംബമായും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായും ആഘോഷ രാവിൽ എത്തുന്നു. എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് 29 നോൻപതിന് ശേഷം ഈ പെരുന്നാളാവുന്നത്. കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളായി 6-7 വർഷമായി 30 നോമ്പ് പൂർത്തീകരിച്ച് പിന്നീട് ഷവ്വാൽ 1 എന്നുള്ളതിലായിരുന്നു. എന്നാൽ ഈ വർഷം അത് 29 നോമ്പ് പൂർത്തീകരിച്ച് നാളെ പെരുന്നാൾ എന്നതിലേക്ക് പോയിരിക്കുന്നു. രേഷ്മ.